ഗീ റൈസിൻ്റെയും ബിരിയാണിയുടെയും കൂടെ ഒരു മിക്സഡ് വെർഷനായിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഡ്രം സ്റ്റിക്ക് ക്ലീൻ ചെയ്ത് വെച്ചു. നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പും കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിന് നമുക്ക് ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. പെപ്പർകോൺസ് 2, പെരുംജീരകം 3 ടീസ്പൂൺ, മേസ് ഫ്ലവർ കുറച്ച് 6 അതിൽ മേസ് ഫ്ലവർ, സ്റ്റാർ അനസ്, ഒരു ബ്ലാക്ക് കാർഡമം 3, വൈറ്റ് കാർഡമം ഓർ ഗ്രീൻ കാർഡമം 12 ഗ്രാമ്പു ഉണ്ട്. കുറച്ച് ഇത് നമ്മുടെ നെഡ്ബങ്കിൻ്റെ പൊടിയാട്ടോ. പിന്നെ കുറച്ച് 3-4 പീസ് സിനമൺ സ്റ്റിക്സ്, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ജിഞ്ചറും ഗാർലിക്കും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ഗാർലിക്. അതേ മസാല ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ച മസാലയ്ക്കകത്തോട്ട് ഇതോടെ ഇട്ട് പൊടിച്ചെടുക്കാം. ഓക്കെ, എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇതാണ് ആ പൊടിച്ച് വെച്ചത് കേട്ടോ. ഹോൾ മസാലയും ബാക്കിയുള്ള പൊടികളെല്ലാം കൂടെ അത് ഇതിലേക്ക് ഇട്ട് നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് അരിഞ്ഞ് വരാൻ വേണ്ടി ഞാൻ കുറച്ച് യോഗട്ടൊക്കെ തൈര് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ വരെ തൈര് ഒഴിക്കുക കേട്ടോ. തൈര് ഒഴിച്ചിട്ട് ഇതേപോലെ അരച്ചെടുക്കുക. ഞാൻ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാം. മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. നോക്കാം, നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടോ. ഞാനിത് നാളെ എടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കാനാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതല്ലെങ്കിൽ ഓവർനൈറ്റ് ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 hours എങ്കിലും ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കെടുത്ത് കുക്ക് ചെയ്യാം. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തിട്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടോ. വെള്ളമൊക്കെ പോയി ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ഗീ റൈസിൻ്റെയും ബിരിയാണിയുടെയും കൂടെ ഒരു മിക്സഡ് വെർഷനാട്ടോ. അപ്പം ആദ്യം ഇതുപോലെ ഗീ റൈസ് ഉണ്ടാക്കിയിട്ട് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്തിട്ട് ബിരിയാണി പോലെ ഉണ്ടാക്കാൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ മസാല. എൻ്റെ ഗീ റൈസിൻ്റെ മസാല കേട്ടോ. ഇതാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. സോസ് പാനിൽ ഗീ ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നില്ല ഇത് മസാല ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇനി നമുക്ക് ഇതില്ലേ ഈ ഡ്രെയിൻ ചെയ്ത് വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. റൈസ് ഒരു 2 മിനിറ്റാണെന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇനിയിപ്പം അതിലേക്ക് വാം വാട്ടർ കേട്ടോ. നിങ്ങൾ എടുക്കുന്ന റൈസ് അനുസരിച്ചിട്ട് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. നിങ്ങളുടെ റൈസിനനുസരിച്ച് വെള്ളം എടുത്ത് ഇനിയിപ്പം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് ബോയിൽ ചെയ്ത് വരുമ്പം ഫ്ലെയിം കുറച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിപ്പം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. കുറച്ച് സാൾട്ട് ഇട്ട് പിന്നെ ഇത് ലെമൺ ജ്യൂസ് ഇട്ടോ ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും ഫ്ലെയിം കുറച്ച് വെച്ചിട്ടോ ഫ്ലെയിം കുറച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നിങ്ങൾ നോക്കുക കേട്ടോ, ഒത്തിരി വെന്ത് പോകരുത്. ഓക്കെ, ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇല്ലേ അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഞാനിത് ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. കുറച്ച് കോക്കനട്ട് ഓയിൽ കേട്ടോ, നെയ്യിലൊന്നുമല്ല, കോക്കനട്ട് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് കുക്ക് ചെയ്ത് വരണമല്ലോ. അപ്പം ഇതിപ്പം ഒരു സൈഡ് ആയിട്ടുണ്ട്. ഞാൻ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. മറ്റേ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ഇതായപ്പം മറ്റേ സൈഡ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടോ. ചിക്കൻ ബോണുള്ള ചിക്കൻ ആയതുകൊണ്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 to 7 മിനിറ്റ്സ് ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് പിന്നെ
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ടപ്പോൾ ഓക്കെ നമ്മൾ ആദ്യം ചിക്കൻ പീസ് ഇടുമല്ലോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്ത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി അപ്പം പയ്യെ കുക്ക് ചെയ്തിട്ട് ഇപ്പം ഞാൻ അടുത്ത സൈഡും ഇതേപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ഓക്കെ എനിവേ ചിക്കൻ്റെ പീസസ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അതിനകത്ത് കുറച്ച് റൈസിന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക പിന്നെ നമ്മളത് കുറച്ച് ഓണിയൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് അരിഞ്ഞിട്ട് ഞാൻ വെച്ചില്ല അതിൻ്റെ ഫ്രൈ ചെയ്തു ബാക്കി വന്ന മസാലയാണ് ഞാൻ കളയില്ല ഇത് നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്യും കേട്ടോ അതുകൊണ്ട് കളയാതെ വെക്കുക പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല അത് ബാക്കി വന്ന മസാല ബാക്കി വന്ന മസാല ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ബാക്കി വന്നിട്ട് എന്നിട്ട് നമ്മൾ കുറച്ച് നെല്ലിയിട്ട് ബിരിയാണിയുടെ ലേക്ക് കൂടെ നട്ടില്ല കേട്ടോ ഒരു മിനിറ്റ് ഫസ്റ്റ് ടേസ്റ്റ് ഉണ്ടല്ലോ ഈ അരപ്പിൻ്റെ ഒന്ന് മാറണം പിന്നെ നമ്മളത് കുറച്ച് ഓണിയൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിനകത്ത് ലെയറായിട്ട് റൈസ് ചിക്കൻ അങ്ങനെ വെച്ച് കൊടുക്കാം ഓക്കെ പിന്നെ ഇതില്ലേ ഈ 2 സ്റ്റാർ അനസ് ഞാൻ യൂഷ്വലി റൈസിൻ്റെ കൂടെ ഇടുന്നതായിരുന്നു മറന്നു പോയിട്ടോ ഇതിനകത്ത് ആഡ് ചെയ്യണം അതുകൊണ്ട് ഞാനിത് അതിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് വേണം ഈ സ്റ്റാർ അനസ് ഇതൊക്കെ അതിനകത്ത് റൈസ് ചെയ്തെടുക്കാം ഓക്കെ ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക റൈസ് ചിക്കൻ പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇതില്ലേ മിൻറ്റ് ലീഫും കുറച്ച് കാഷ്യൂ നട്ടും റൈസിൻ ലാസ്റ്റ് ബാക്കിയുള്ള കാഷ്യൂ നട്ടും എല്ലാവരായിട്ട് എടുക്കാം ചിക്കൻ വെച്ച് അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തില്ല ആ മസാലയെല്ലാം അതിനകത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ ആ ഫ്രൈങ് പാനിലിരുന്ന മസാലയൊക്കെ നമ്മൾ വേറെ അഡീഷണൽ മസാല ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇതെല്ലാം വേണം ഓക്കെ പിന്നെ നമുക്കിനി റൈസ് ഇട്ട് റൈസിനൊക്കെ ഇട്ട് നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്ത് വരട്ടെ ഓക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അടച്ചിട്ട് ഓക്കെ ഇങ്ങനെ പീസ് ചിക്കൻ പീസുണ്ട് റൈസും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ മസാലയുടെ ആ ടേസ്റ്റൊക്കെ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പം നമ്മുടെ ബിരിയാണി അടിപൊളിയായിരിക്കും ഓക്കെ ഇതിപ്പോൾ ഞാൻ സെർവിങ് ബൗളിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് ആവശ്യത്തിന് മസാലയൊക്കെ ഉണ്ട് അങ്ങനെ അടിപൊളി ബിരിയാണി റെഡി മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് എൻജോയ്